ദാസന് നല്ല കാര്യപ്രാപ്തിയുള്ളവനാ. എത്ര നാളായിട്ടുള്ള വണ്ടി ഇടപാടാ. 100% അവരെ വിശ്വസിക്കാം. പിന്നെ കുറച്ച് എടുത്തിയാട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ ചില സംശയങ്ങൾ അവിടെ തീരണില്ല. ഒരു കണക്കിന് എല്ലാത്തൊക്കെ ഞാനാടാ ഈ ലോകത്തുള്ളത്. ഇന്നത്തെ കാലത്ത് കള്ളുകുടിയോ വീഡിയോ ഇല്ലാത്ത ചെക്കന്മാരെ കണ്ടുകിട്ടുണ്ടോ? പോരാത്തതിന് വായി 4 സ്വർണ്ണ പല്ലു. ലോകം മിന്നും വേഗത്തിൽ മാറുന്നു. പൊതു കണ്ടെത്തലുകളിൽ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു. പക്ഷേ ഇവിടെ മനുഷ്യർ പുരാതന യുഗത്തിലേക്ക് ഊളിയിടുകയല്ലേ എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. പറഞ്ഞത് കൃത്യം. വിളിയൊക്കെ കഴിഞ്ഞാടാ? ഞാൻ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. മുജീബേ, ഭക്ഷണ കാര്യങ്ങളൊക്കെ പെരുമാനിയിലെ പത്തിരിയും ആട്ടിറച്ചി വരട്ടിയതും പറയുമ്പോ തന്നെ നാവിലിങ്ങനെ വെള്ളം പോറുന്നു. അത് ഭയങ്കര ഫേമസ് അല്ലേ? അത് പറഞ്ഞപ്പോഴാ മുക്കറി ഇറച്ചി ഏൽപ്പിച്ചിട്ടില്ലട്ടോ. തിരിച്ചു പോണ വഴിക്ക് ഓർമ്മിക്കണേ. ഈ കല്യാണം അലമ്പാക്കുവോ? മാംസം നമുക്ക് ഇവിടെ ഏൽപ്പിക്കാമല്ലോ. ഞാൻ പറഞ്ഞാൽ കബീർ നല്ല 1-ാം തരം മാംസം ഇവിടെ കൊണ്ടുവരും. അതും തുക കുറച്ച്. ഞാൻ സംസാരിക്കാം കബീറിനോട്. എന്തിന്? അത് ഇവര് പെരുമാനിയിൽ ഏൽപ്പിച്ചോളൂല്ലേ? പാത്തു, എന്തിനാ ഇങ്ങനെ എല്ലാ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? നിങ്ങൾ വാ. കുഴപ്പമില്ലക്കാ, ഞങ്ങൾ പെരുമാനിയിലെ അന്തൂറിന്റെ അവിടെ ഏൽപ്പിച്ചോളാം. നിങ്ങൾ വാ. ഓരോ തീരുമാനങ്ങളും ആലോചനയോടെ എടുക്കുക. പെരുമാനിലെ എവിടെയാണ്? ഇക്കാന്റെ ബന്ധു വീടിന്റെ? പാത്തുത്താന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത്. 2 വീട് വ്യത്യാസം. ഇതിപ്പോ എത്ര കിലോ വേണ്ടി വരും? ഒരു 120. ഓൻ കെട്ടി 2 പൊട്ടിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ കടയിലുണ്ട് 1-2 മേശയുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. മേശ എടുത്ത് നിലത്തടിച്ചതാ. പിന്നെ ഒരു കാര്യം, ഇനി അങ്ങനെ ഇറച്ചി കൊടുത്തോ വരുത്. എനിക്ക് ഇങ്ങനെ കിട്ടാക്കടം പിരിക്കലല്ല പണി. ഇനി ഉണ്ടാവൂല. അല്ല, ഞായറാഴ്ച അല്ലേ പരിപാടി? ശനിയാഴ്ച രാത്രി. ശനിയാഴ്ച ഒരു ഉച്ചയാകുമ്പത്തിന് എത്തിയ പോരെ? തിരക്കുണ്ടേ. അത് വേണ്ട. കാശൊക്കെ കാര്യം കഴിച്ചിട്ട് സമാധാനമായിട്ട് കൊടുത്താൽ മതി. എന്താ കബീറേ? പൈസ ഇപ്പൊ വേണ്ടേ? ഇക്ക പറഞ്ഞ പിന്നെ എന്തിനാ? നമ്മളെ കൊച്ചാക്കാൻ നോക്കുന്ന ഇടകള്ള. എന്നാ പിന്നെ അങ്ങോട്ട്. നീട്ടി കാശൊന്ന് വാങ്ങിച്ചൂടായിരുന്നാ? എന്റെ കാശിന്റെ കണക്ക് ഇസ്മായിൽക്കടെ അടുത്ത് എടുക്കണ്ട. ആ കാശൊക്കെ ബാങ്കിൽ ഇട്ട പോലെ സേഫാണ്. ഫാത്തി, ഞാൻ എന്തോ എന്നോട് ചോദിക്കാൻ വന്നല്ലോ. അല്ല, മുജിക്ക് എന്താ കേട്ടായിരുന്നേ? നിന്റെ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക? ഒരു പ്രേമുണ്ടായിരുന്നു, ചീറ്റിപ്പോയി. അതെന്താ പറ്റിയേ? എന്റെ മോനെ കുടുംബിനെ കൊണ്ട് പ്രേമായിരുന്നു. മുജിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കേട്ടിട്ടൊന്ന് കെട്ടായിരുന്നതാ. അപ്പോഴേക്കും ഞങ്ങളുടെ ആ മൂത്താപ്പയുടെ മോൻ കരിമിക്കനെ നിനക്കറിയില്ലേ? എനിക്കറിയാം. അങ്ങേര് കയറി അങ്ങ് കെട്ടി. അപ്പൊ മുജിക്ക ഒന്നും പറഞ്ഞില്ലേ? മുജിക്കനെ നിനക്ക് അറിഞ്ഞൂടെ? അതൊരു പാവ. അതെല്ലാം ഉള്ളിലൊതുക്കി. പക്ഷെ റംലുത്ത മൊത്തം അലമുണ്ടാക്കി. മുജിക്കായിട്ട് പ്രേമാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു. പക്ഷെ കരീമിക്ക പറഞ്ഞ് പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്നിട്ട് ആദ്യ രാത്രി തുടങ്ങിയില്ലേ ഇടിയും തെറിയും? ഞാൻ അത് കേൾക്കാൻ വന്നല്ല, പാത്തിന്റെ കല്യാണം വിളിക്കാൻ വന്ന. ഈ മൂത്തുമാനെ വിളി. എന്താ ഞാൻ വിളിച്ചാ ഫോൺ എടുക്കാത്തെ? ആരെങ്കിലും കേക്കുണ്ട് റംലു? നിങ്ങടെ കേറ്. മൂത്തുമന്തിയെ നിനക്കെന്താ പേടിയാ? ഈ മൂത്തുമാനെ വിളി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താണ് ഫോൺ എടുക്കൂലെന്ന് പറഞ്ഞാല് അനക്കെന്ത് പറയാനാ? കരീംക്ക് അങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. അങ്ങനെ എപ്പോ വിളിച്ചാലും തെറിയാടാ. നിന്നെയും കൂട്ടി പറഞ്ഞു. ഇത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? നമ്മള് തമ്മിൽ എന്ത് ചേർച്ചയായിരുന്നല്ലേ, എന്ത് രസായിരുന്നു. തങ്ങളെ റംലു, ഞാനതൊന്നും ഇപ്പൊ ഓർക്കാറില്ല. ഓർക്കാറില്ലെങ്കിൽ പിന്നെ നീ എന്താ കെട്ടാത്തെ? ഞാൻ കെട്ടും. പാത്തിന്റെ ഒന്ന് കഴിയട്ടെ. നീ കെട്ടോ? കെട്ടോന്ന് അത് മുജിയാ. മുജിയെ കല്യാണം വിളിക്കാൻ വന്നതായിരിക്കുമല്ലോ. ഓ അതെ മൂത്തുമ്മ. എന്നാലേ ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. ഇവളെ കരീമ് വിടൂന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ നീ ഈ മുറ്റത്ത് കിടന്ന് ചുറ്റിക്കറങ്ങാണ്ട് വേഗം വിട്ടോ. ഇല്ലെങ്കിലേ കരീമ് വിമാനം പിടിച്ച് ഇപ്പൊ ഈ മുറ്റത്ത് പറന്നിറങ്ങും.